ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇന്ന് സൺഡേ ആണ്. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുക സൺഡേ ആയിരിക്കത്തില്ല. അപ്പൊ രാവിലെ അമ്പലത്തിലൊക്കെ പോയി ഞാൻ തിരിച്ച് കിച്ചണിലോട്ട് എത്തിയിട്ടുണ്ട്. എന്നും പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിന് സമയമൊന്നും മാറാൻ പോകുന്നില്ലല്ലോ. അപ്പൊ അവിടെ കൃത്യസമയമാകുമ്പം ഇവിടെ ഓരോരുത്തർ കിച്ചണിൽ ഹാജരാകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ടപ്പയെന്നും പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഇതിലെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ വീട്ടിൽ സ്പെഷ്യലാണ്. കാരണം മറ്റൊന്നുമല്ല, ബാക്കിയുള്ള ദിവസങ്ങളിൽ സ്കൂളിൽ പോകുന്നതുകൊണ്ട് കഴിച്ചില്ലെന്ന് വരുത്താണ് എൻ്റെ മക്കൾ ഓടുന്നത്. സൺഡേ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് വേണം, അതവർക്ക് നിർബന്ധമുള്ള കാര്യമാണ്. പിന്നെ എന്തോ ഉണ്ടാക്കുമെന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്. എന്തെങ്കിലും പരീക്ഷിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ല. അതുകൊണ്ട് നമുക്ക് ഇന്നൊരു ചിക്കൻ കുറുമ ഉണ്ടാക്കാം. അതിന് ഒരു മസാലക്കൂട്ട് പൊടിക്കണം. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന മല്ലി, കുരുമുളക്, പെരിഞ്ജീരകം, പട്ട, ഏലക്കയാണ്. ഇത് നമുക്ക് ചൂടാക്കി പൊടിക്കണം. അപ്പം നമുക്ക് അതൊരു ചട്ടി വെക്കാം. ആ ചട്ടി ചൂടായപ്പം ഈ മസാലക്കൂട്ടിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മസാലക്കൂട്ട് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കൂടെ നമ്മളെ മറ്റുള്ള ഇൻഗ്രീഡിയൻസും ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ട ചിക്കൻ, സവാള, പച്ചമുളക്, നമ്മളെ പൊടിച്ച മസാല, തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും. 2-ാം പാലും ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി പേസ്റ്റാക്കി മിക്സാക്കി വെച്ചേക്കുവാണ്. ഒപ്പം കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഞാൻ ചതച്ച് നമ്മളെ സവാളയുടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. പാത്രം വെച്ച് പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ആ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചതച്ച് വെച്ചേക്കുന്ന കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇവ ചേർക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും പച്ച ചുവ മാറുന്നിരുന്ന് വരട്ടിയാൽ മതി, ഒരുപാട് അങ്ങ് ചുമക്ക വരട്ടണ്ട. അതൊന്ന് വഴന്നു കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും അതിലേക്ക് ചേർക്കാം. ഞാൻ ഒരു മീഡിയം സൈസിലെ 4 സവാളയും 2 പച്ചമുളകുമാണ് ഇപ്പം ചേർത്തേക്കുന്നത്. അതും കൂടി ചേർത്ത് നമുക്ക് നല്ലോണം വരട്ടിയെടുക്കാം. അപ്പം നമുക്ക് ഈ സവാള ഒന്ന് വരളാൻ ആവശ്യമായ മാത്രം ഉപ്പ് ചേർക്കാം. കാരണം നമ്മൾ ചിക്കനകത്ത് ഓൾറെഡി ഉപ്പും കുരുമുളകും ചേർത്ത് മിക്സ് ആക്കിയാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇപ്പം നോക്കി ഉപ്പ് ചേർക്കണം. കാരണം ചിക്കനും കൂടി ചേർത്തതിന് ശേഷം ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർക്കാം. സവാള അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചേർക്കാം. വേണമെങ്കിൽ നിങ്ങൾക്കകത്ത് തൈരും ചേർക്കാം. ഞാൻ പക്ഷേ തക്കാളിയാണ് ചേർക്കുന്നത്. ഇവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ആ തക്കാളി കൂടെ നമുക്ക് അരിഞ്ഞ് ചേർത്തതിന് ശേഷം അതും കൂടി നല്ലോണം നമുക്കൊന്ന് വരട്ടിയെടുക്കാം. അതേപോലെ നമ്മളെ ചാനൽ കാണുന്ന എല്ലാ ഫ്രണ്ട്സും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ടും സ്നേഹവും എല്ലാം അത്യാവശ്യമാണ്. അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അതെനിക്ക് നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റായി കൂടി എന്നെ ഒന്ന് അറിയിക്കണം. ഉള്ളിയും തക്കാളിയും അത്യാവശ്യം വരണ്ട് വന്നപ്പം ഞാൻ അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ സംസാരിക്കുമ്പോൾ പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് അപ്പം എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അത് മനഃപൂർവ്വമല്ല, എൻ്റെ നോർമലുള്ള സംസാരം ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളിയും വീഴാറുണ്ട്. അപ്പം നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ ചേർക്കുവാണ്. ചിക്കനകത്ത് ഞാൻ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ആക്കി വെച്ചിരുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ചിക്കൻ കുറുമയിൽ കിഴങ്ങും ക്യാരറ്റൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാൻ ചിക്കൻ കുറുമയിൽ ഇതൊന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ ഈ രീതിയിലാണ് വെക്കാറുള്ളത്. അപ്പം നിങ്ങൾ ഈ രീതിയിലാണ് വെക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചേർക്കുന്ന മസാലപ്പൊടി ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സ്പൂൺ മല്ലി, 1 സ്പൂൺ കുരുമുളക്, 1/2 സ്പൂൺ പെരിഞ്ജീരകം, ഒരു ചെറിയ പീസ് പട്ട, 2 ഏലക്കയാണ്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മളെ പൊടിച്ച മസാലയും ഉള്ളിയും തക്കാളിയും എല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 2-ാം പാൽ ചേർക്കാം. ഈ പാലിൽ ഞാൻ 10 കാഷ്നട്ട് അരച്ച പേസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാലിൽ കിടന്നുകൊണ്ട് നമ്മൾ ചിക്കൻ നന്നായിട്ടൊന്ന് കുക്ക് ആവാൻ. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ആയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. ചിക്കനിലും ഉള്ളിയിലും നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ലാസ്റ്റ് നോക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മളെ കറി നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം. തുറന്ന് നോക്കാം. ഇപ്പം അത്യാവശ്യം നമ്മളെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഉപ്പ് എല്ലാം ഇവിടെ കറക്റ്റാണ്. അതുകൊണ്ട് ഇനി ഉപ്പൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി 2 പച്ചമുളക് കൂടെ കീറി ഇടുന്നുണ്ട്. എന്നിട്ട് ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എൻ്റെ പരുവത്തിനുള്ള എനിക്ക് ആവശ്യമുള്ള മുളകും കുരുമുളക് ഒക്കെയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങളെ പരുവത്തിന് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കാം. ഇത് തേങ്ങയുടെ 1-ാം പാലും കൂടെ ഒഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് 1 സ്പൂൺ ബട്ടറോ 1 സ്പൂൺ നെയ്യോ ചേർക്കാം. ഞാൻ ഇപ്പം ചേർക്കുന്നില്ല, കാരണം ഞാൻ ലാസ്റ്റ് വറവിടുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി അരിഞ്ഞും കൂടി ചേർത്ത് ഇത് ഞാൻ സെറ്റാക്കി മാറ്റി വെക്കുവാണ്. സ്ഥിരമായി അങ്ങനെ ഒരു റെസിപ്പി തന്നെ ഫോളോ ചെയ്ത് വരുന്ന ഒരാളല്ല ഞാൻ. എന്തിലും ഞാൻ മുമ്പ് ഉണ്ടാക്കാനും കാട്ടി പിന്നീട് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ചേഞ്ചുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വരുത്താറുണ്ട്. എനിക്കതാണ് ഇഷ്ടം. അപ്പം എന്നെ പോലെ റെസിപ്പികൾ മാറി മാറി പരീക്ഷിക്കുന്ന ആരൊക്കെയുണ്ട്. ഇനി കുറുമയിലേക്ക് വറവിടാം. ചട്ടി വെച്ച് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ ഒരു പീസ് ബട്ടറും കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന കൊച്ചുള്ളിയാണ് ഞാൻ ചേർക്കുന്നത്. ഞാൻ ഇതിൽ കടുക് ചേർക്കുന്നില്ല, അങ്ങനെ കൊച്ചുള്ളിയും കൂടി ചേർത്തിട്ട് പിന്നെ ഞാൻ ഒരു വറ്റമുളകും കൂടി മുറിച്ചിട്ടുണ്ട്. രണ്ടും കൂടി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പം കടുവറ എന്ന് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കടുക് ചേർത്തിട്ടില്ലല്ലോ. അപ്പം നമുക്ക് കടുവറ എന്ന് പറയാനും പറ്റത്തില്ലല്ലോ. എങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടെന്ന് കാഷ്നട്ട് കൂടി ഇടാം. ഞാൻ പക്ഷെ അത് ചേർക്കുന്നില്ല. ഞാൻ അല്ലാതാണ് ഈ പ്രാവശ്യം ഉണ്ടാക്കുന്നത്. വീട്ടിൽ കടുവോ അല്ലെങ്കിൽ കൊച്ചുള്ളിയൊക്കെ ഇങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ നമ്മളെ വീട്
വീട് മൊത്തം ആ മണം ഇങ്ങനെ നിൽക്കും അല്ലേ. എനിക്ക് കിച്ചണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ കടുക് വറുക്കുന്ന അല്ലെങ്കിൽ ഉള്ളി വറുക്കുന്ന മണമാണ്. എന്നെ പോലെ ഉള്ളി വറുക്കുക അല്ലെ കടുക് വറുക്കുന്നതിൻ്റെയൊക്കെ മണം ഇഷ്ടമുള്ള ആരൊക്കെയുണ്ട്? അപ്പം നമ്മളെ ഉള്ളി വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ കുറുമയിലേക്ക് തട്ടാം. അങ്ങനെ ചിക്കൻ കുറുമയുടെ ലാസ്റ്റ് അലങ്കാരപ്പണികളും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ ഒരിക്കലും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളെ ചാനൽ കാണുന്നവർ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി എന്നെ അറിയിക്കണം. ബൈ.